സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയം എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടരുന്നു. ഭാഗം 5. ഈ ഭ്രാന്തമായ ആരാധന, ഏട്ടൻ്റെ ഏട്ടത്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാപൂരത്തിൽ വെറും നിഴലുകളാണ് നിങ്ങൾ അനുജന്മാർ, സ്വന്തം നിലനിൽപ്പ് പോലുമില്ലാതെ. വിനു, എനിക്കുമുണ്ട് സഹോദരങ്ങൾ, ഏട്ടനും ഏട്ടത്തിമാരും. രേവ പറഞ്ഞു നിർത്തിയില്ല. വിനയൻ പൊട്ടിത്തെറിച്ചു. അതുപോലത്തെ യാന്ത്രിക ബന്ധമല്ല ഞങ്ങളുടേത്. വാദിക്കാൻ കണ്ണിക്കാൻ രേവയ്ക്ക് ന്യായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവൾ ആഗ്രഹിച്ചത് അനുരഞ്ജനമാണ്. നോക്കു വിനു, എങ്കിൽ മറ്റൊരു മാർഗം പറയാം. നമുക്ക് പട്ടണത്തിൽ ഒരു വീടെടുക്കാം. വീടെടുത്ത് തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടേട്ടനും മീനുവേട്ടത്തിയെ അനിയനെ എല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ വീട് വിട്ട് കുട്ടേട്ടൻ വരില്ല രേവേ. 2 നേരവും അടിച്ചു തൂക്കാതെ, അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്തറയിൽ സന്ധ്യയ്ക്ക് ദീപം തെളിക്കാതെ ഈ വീട് അടച്ചിടാൻ ഏട്ടൻ സമ്മതിക്കില്ല. എങ്കിലിത് വിറ്റൂടെ? വിനയൻ ഞെട്ടലോടെ രേവയെ നോക്കി. എത്ര എളുപ്പം രേവയ്ക്കത് പറയാൻ കഴിഞ്ഞു. അച്ഛനും അമ്മയും കിടന്നു മരിച്ച വീടാണിത്. ഇങ്ങനൊന്ന് കേട്ടാൽ മതി കുട്ടേട്ടൻ തകർന്നു പോവും. നിങ്ങളെല്ലാവരെയും വിവേകിയാണ് കുട്ടേട്ടൻ എന്ന് എനിക്ക് തോന്നുന്നു. വിനു യുക്തിപൂർവ്വം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ. ഇല്ല, എനിക്കിനി യാതൊന്നിനും കുട്ടേട്ടനെ നിർബന്ധിക്കാൻ കഴിയില്ല. നിന്റെ അച്ഛൻ്റെ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിച്ചതിൽ പോലും ഞാനിപ്പോൾ ഖേദിക്കുന്നു, കഠിനമായി ഖേദിക്കുന്നു. അതോടെ പരാജയം ബോധ്യം വന്ന് രേവ പൊട്ടിക്കരഞ്ഞുപോയി. മനസ്സിന് തുരുമ്പെടുത്തവർ, ജീവിക്കാൻ അറിയാത്തവർ. ഈ ഓണം കേറാമൂലയിൽ എനിക്ക് വയ്യ വിനു. 4 നല്ല മനുഷ്യരെ പോലും കാണാനില്ല. മണ്ണിനെയും കന്നാലിയെയും മേയ്ക്കുന്ന ചെളിമണമുള്ള കുറേ മനുഷ്യർ, അടുക്കളക്കാര്യവും പരദൂഷണവും പൈങ്കിളി കഥകളുമായി കഴിയണ കുറേ പെണ്ണുങ്ങൾ. പക്ഷേ നിന്റെ ലോകത്തിലെ പട്ടണ പരിഷ്കാരികളെക്കാളും ബുദ്ധിജീവികളെക്കാളും നല്ലവർ സത്യസന്ധരുമാണിവർ. കുറേ കഴിയുമ്പോൾ നീ ഈ ഗ്രാമത്തെ സ്നേഹിച്ച് തുടങ്ങും രേവേ. ഇല്ല ഇല്ല ഇല്ല, രേവയ്ക്ക് വാശിയായിരുന്നു. അത്തവണ വീട്ടിലെത്തിയപ്പോൾ അവൾ സങ്കടം ഒന്നൊഴിയാതെ അമ്മയുടെ മുന്നിൽ കുടഞ്ഞിട്ടു. സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന വിവാഹമായതിനാൽ ഇതുവരെയുള്ളതെല്ലാം അവൾ അച്ഛനമ്മമാരിൽ നിന്നും ഒളിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. നീ നന്ദനത്ത് PT മേനോൻ്റെ മോളാ. കണ്ടിടത്തെല്ലാം ചെന്ന് കിടന്ന് കഷ്ടപ്പെടേണ്ടവളല്ല. നോക്ക്, നിന്നെ ഇനി ഇവിടെ നിന്ന് അയക്കണേയില്ല. വിനയന് ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കട്ടെ, അല്ലച്ച പോകാൻ പറ. എടുത്ത വായിക്ക് ഭാഗ്യമ്മയുടെ മറുപടി. വിനയൻ വലിയ അഭിമാനിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനൊരു നീക്കം സങ്കല്പിക്കാൻ രേവയ്ക്ക് ധൈര്യമില്ലായിരുന്നു. അവൾ ഇപ്പോഴും വിനുവിനെ ജീവനുപരി സ്നേഹിക്കുന്നു. സ്നേഹിക്കാൻ പോയിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ കൂടി കഴിയാത്തത് അവിടുത്തെ മറ്റു കുടുംബാംഗങ്ങളുമായാണ്. കുട്ടേട്ടൻ പാവമാണെന്ന് തോന്നുന്നു. അനിയന്മാരെ ആജ്ഞയിൽ സൂക്ഷിക്കുന്ന ആ സ്ത്രീയാണ് ശത്രു. അമ്മ വിനുവിനോട് ധിക്കാരമായി ഒന്നും പറയണ്ടാട്ടോ, വലിയ ചൂടനാണ്. രേവ അമ്മയെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ചൂടനായാൽ എനിക്കെന്ത്? ഞാൻ നന്ദനത്ത് PT മേനോൻ്റെ ഭാര്യയാ. അവനാര്? ഒരു സാധാ ജൂനിയർ എഞ്ചിനീയർ. നിന്റെ ചേച്ചിയുടെ IAS ഭർത്താവിനെ ഞാൻ ശകാരിച്ചിട്ടുണ്ട്. തലയും കുമ്പിട്ട് കേട്ട് നിന്നിട്ടേ ഉള്ളൂ. എന്നാലും രേവയ്ക്ക് പേടിയായിരുന്നു. ഭാഗ്യമ്മ വിഷയം തെയ്യുണ്ണി മേനോൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഭാര്യയുടെ മറുപടി തന്നെ മേനോനും ആവർത്തിച്ചു. മോളിനി അവിടേക്ക് പോകണ്ട, ഇഷ്ടാണച്ചാ അവൻ കൂടി ഇവിടെ നിൽക്കട്ടെ. അച്ഛൻ്റെയും അമ്മയുടെയും മറുപടി അങ്ങേയറ്റം മയപ്പെടുത്തി മധുരത്തിൽ പൊതിഞ്ഞാണ് രേവ വിനയൻ്റെ അടുത്ത് എത്തിച്ചത്. അച്ഛനൊരാശ. ഇവിടിപ്പോൾ ഏട്ടനോ ഏട്ടത്തിയമ്മമാരോ കുട്ടികളോ ആരുമില്ലല്ലോ. അച്ഛനും അമ്മയും തനിച്ച് കഴിഞ്ഞ് മുഷിഞ്ഞത്രേ. വിനു ഞാനും ഇവിടെ നിൽക്കുവാണച്ചാ നന്നായിരുന്നു എന്ന് അച്ഛൻ പറയുക. വിനയന് സംഗതി പിടികിട്ടി. ആ മുഖം കറുത്തു. രേവയ്ക്ക് വേണമെങ്കിൽ നിൽക്കാം, ഞാൻ നിൽക്കില്ല. ഉടൻ രേവയ്ക്ക് സങ്കടം വന്നു. പിരിഞ്ഞു നിൽക്കാനാണെങ്കിൽ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിച്ച് ഒന്നിച്ചത് എന്തിനായിന്ന്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അല്പം ത്യാഗം സഹിക്കാതെ സ്നേഹം സംരക്ഷിക്കാൻ പറ്റില്ല രേവേ. എല്ലാം മുമ്പേ ഞാൻ പറഞ്ഞതാണല്ലോ. ഒരു ത്യാഗം മാത്രം എനിക്ക് സാധിക്കില്ല, ഭാര്യ വീട്ടിലെ താമസം. എങ്കിൽ അച്ഛൻ പറഞ്ഞു പോയതല്ലേ, കുറേ ദിവസം ഞാനിവിടെ നിൽക്കാം. ഒന്ന് പരീക്ഷിക്കാൻ ചോദിച്ചതാണവൾ. ഒരു വിരോധവുമില്ല. രേവ തളർന്നുപോയി. ഒരു ദിവസത്തേക്ക് പോലും പിരിയാൻ അശക്തിയായിരുന്നവൾ. വിഷയം വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ എത്തിച്ചു. അങ്ങനെയാണ് അത്താഴമേശയിൽ വെച്ച് മേനൻ പുതിയൊരാശയം പ്രയോഗിച്ചത്. വിനയൻ അറിയാമല്ലോ, എൻ്റെ 2ാമത്തെ മോൾ അങ്ങ് ഗൾഫിലാണ്. അവളുടെ ഭർത്താവ് അവിടെ എഞ്ചിനീയറാണ്. രേവമോൾക്ക് വേണ്ടി വാക്കുകളിൽ അങ്ങേയറ്റ സ്നേഹം നിറയ്ക്കാൻ മേനോൻ മനസ്സ് വെച്ചു. അറിയാം. വിനയൻ പുഞ്ചിരിച്ചു. ഇതെന്തിനുള്ള തുടക്കമാണെന്ന് അവന് മനസ്സിലായില്ല. ഈയിടെ അയാൾ എനിക്ക് എഴുതിയിരിക്കുക, വിനയന് താല്പര്യമാണച്ചാൽ ഗൾഫിലൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. ഇപ്പോൾ പഴയ കോളൊന്നുമില്ല. പക്ഷേ അയാൾ വിചാരിച്ചാൽ തന്നെ നല്ലൊരു സ്ഥാനത്തെത്തിക്കാൻ കഴിയും. അത്ര ഹോൾഡുണ്ടേ.
വിനയൻ ജാം പുരട്ടിയ ബ്രെഡ് ചവച്ചുകൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു. താല്പര്യമാണെച്ചാൽ പറയണം. മേനോൻ തുടർന്നു. ഞാൻ അയാൾക്ക് എഴുതാം. മേനോൻ പറഞ്ഞു. രേവയെ പിരിയണമെന്നുള്ള സങ്കടം വേണ്ട. അവളെയും കൊണ്ടുപോയിക്കോ. അവിടെ അവളുടെ ചേച്ചിയുണ്ടല്ലോ. അപ്പോഴും വിനയനിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. എന്താ വിനയനൊന്നും പറയാത്തത്? അതിര് കടന്ന സ്വപ്നങ്ങളൊന്നുമുള്ളവനല്ല ഞാൻ. പ്രത്യേകിച്ചും ഗൾഫ് സ്വപ്നം തീരെയില്ല. മേനോന് ശരിക്കും ദേഷ്യം വന്നിരുന്നു. പിന്നെന്താ, ആ കുഗ്രാമത്തിലെ തൊഴുത്തിലിട്ട് എൻ്റെ കുട്ടിയെ കഷ്ടപ്പെടുത്താനാണോ ഭാവം? പെട്ടെന്ന് വിനയൻ മുഖമുയർത്തി മേനോനെ തറച്ചു നോക്കി. വെണ്ണ പുരട്ടുവാനെടുത്ത ബ്രെഡ് പീസ് അതേപടി തിരികെ പ്ലേറ്റിലിട്ടു. അവൻ്റെ കണ്ണിലെ ധാർഷ്ട്യം മേനോനെ ഒന്നുകൂടി കലിപ്പിച്ചു. അച്ഛനും ഭർത്താവിനും മധ്യേ രേവ വിറപൂണ്ടു നിന്നു. ഒരു കാര്യം പറയാം, ആ കുഗ്രാമത്തിലെ വീട്ടിലേക്കാണെങ്കിൽ ഇനി ഞാൻ അവളെ അയക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വാടക വീടെടുക്ക്. തൽക്കാലം ഒരു വാടക വീടെടുക്കാൻ എൻ്റെ സാമ്പത്തികം അനുവദിക്കില്ല. വിഷമിക്കേണ്ട, വാടക ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ വേണ്ട, രേവയുടെ പേരിൽ ഞാനൊരു വീട് വാങ്ങിത്തന്നോളാം. അങ്ങനെ അന്യൻ്റെ ചരിവിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മാർക്കറ്റിൽ ധാരാളമുണ്ട്. പക്ഷേ എന്നെ കിട്ടില്ല. എങ്കിൽ എൻ്റെ മോൾ എൻ്റെ ഒപ്പം ഇവിടെ താമസിക്കും. ഞാൻ എൻ്റെ വീട്ടിലും. വീണ്ടും അവളെ വിളിച്ചു കൊണ്ടുപോകാൻ ഞാൻ വരില്ലെന്ന് മാത്രം. അവൻ എഴുന്നേറ്റ് കൈ കഴുകി. ശരി, അന്തസ്സ് കെട്ടൊരു ജീവിതത്തെക്കാൾ വിവാഹമോചനമാ അവൾക്ക് അഭികാമ്യം. മേനോനും എഴുന്നേറ്റു. രേവ എന്തു പറയുന്നു? കൈ കഴുകി എത്തിയ ഉടൻ വിനയൻ ചോദിച്ചു. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഒപ്പം പോരുന്നു മോളെ. മേനോൻ്റെ താക്കീത്. രേവ മുഖം പൊത്തി ഉറക്കെ തേങ്ങി. കുളിർമ പൂത്ത ത്രിസന്ധ്യ. ആലിലകളുടെ മർമ്മരം നുണഞ്ഞ് തണുത്ത കാറ്റിൽ അമ്പലമുറ്റത്തെ പുല്ലിൽ അനിയൻ കണ്ണുകളടച്ചു മലർന്നു കിടന്നു. കിളിത്തട്ട് കളിക്കാനെത്തിയ കുട്ടികളുടെ ആർപ്പ് നിലച്ചിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയിരിക്കണം. ചിലർ കുളത്തിലിറങ്ങി കയ്യും മുഖവും കഴുകി ദീപാരാധന തൊഴാൻ അകത്തേക്ക് പോയിട്ടുണ്ടാവും. ഇടയ്ക്കയുടെ നാദത്തിന് കാതോർത്ത് അനിയൻ കിടന്നു. പാവം അച്ചുമാരാർ ഇപ്പോഴിപ്പോൾ വഴിപാടിന് മാത്രമായി ഏങ്ങി വലിഞ്ഞു കൊട്ടുകയാണ്. കാസത്തിൻ്റെ ദണ്ണം കൊണ്ട് കിഴവിന് വയ്യ. ഇടയ്ക്ക കൊട്ടാൻ പഠിപ്പിച്ചത് മാരാരാണ്. അതൊരു ലഹരിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണം. ആദ്യമൊക്കെ മാരാർ എതിർത്തതാണ്. നായന്മാരെന്തിനാ കുട്ടി ഇടയ്ക്കേ ഇഷ്ടപതിയൊക്കെ പഠിക്കണത്? അത് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പല്ലേ? കൊട്ടാനൊന്ന് പഠിച്ചെന്ന് വെച്ച് ഞാനായി മാരാറിൻ്റെ പിഴപ്പ് മുത്തിക്കില്ല. അപ്പോൾ വെറ്റിലക്കറ പുരണ്ട തൊണ്ട കാട്ടി ശിശുവിനെ പോലെ മന്ദഹസിച്ചു. അങ്ങനെയാണ് അത്താഴപൂജ കഴിഞ്ഞ് കൊട്ടാരത്തിൽ വെച്ച് പഠനം തുടങ്ങിയത്. മീനുവേട്ടത്തിൽ സഹായിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറവേ ഉള്ളൂ. പഠിക്കണമെന്നോ പരീക്ഷ ജയിക്കണമെന്നോ നാലാൾക്കൊപ്പം ജീവിക്കണമെന്നുള്ള ഒരു വിചാരവും ഇല്ല എൻ്റെ ഈശ്വര ഈ കുട്ടിക്ക്. എന്ത് കാര്യത്തിനായാലും ആ ശകാരത്തിനൊരു മാധുര്യമുണ്ട്. മീനുവേട്ടത്തി അമ്മയേക്കാൾ പ്രിയപ്പെട്ടവളായത് അങ്ങനെയാണ്. എന്ത് ചെയ്താലും ആരൊക്കെ പരാതി പറഞ്ഞാലും കുട്ടേട്ടൻ പക്ഷേ ചിരിച്ചു തള്ളുകയേ ഉള്ളൂ. അതായിരുന്നു സ്വേച്ഛപ്രകാരം ജീവിക്കാനുള്ള ശക്തി നൽകിയത്. ഇടയ്ക്ക് സാധകമായതോടെ ഇടയ്ക്കെല്ലാം മാരാർ പ്രേരിപ്പിക്കും. ഇന്നത്തെ ദീപാരാധനയ്ക്ക് അനിയൻകുട്ടി ഒന്ന് കൊട്ടി നോക്ക്. ഒടുവിൽ സോപാനത്തിൽ നിന്ന് ഇടയ്ക്ക കുട്ടി അഷ്ടപതി ആലപിച്ചു. പ്രളയപയോധീജലെ എന്ന ദശാവതാര സ്തോത്രം കേട്ട് നിറമിഴികളോടെ മാരാർ പറഞ്ഞു തോർക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കൂട്ടോ. ഈ കലാപാടവത്തിന് എന്നായാലും അംഗീകാരമുണ്ടാവും തീർച്ച. ആൺമക്കളില്ലാത്ത മാരാർ ഒരിക്കലും കാണാൻ കഴിയാതെ പോയ, ഓർമ്മയിൽ പതിയാതെ പോയ അച്ഛൻ്റെ മുഖമാണ് അയാൾക്ക്. ഈയിടെ അമ്പലത്തിനകത്തേക്ക് കടക്കാറില്ല. ഒന്നിനും വയ്യ. മനസ്സ് തകർന്നിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വാസസ്ഥാനമായിരുന്ന ക്ഷേത്രം പോലെ പവിത്രമായിരുന്ന സ്വന്തം ഗ്രഹം ഇപ്പോൾ നീറിപ്പടരുന്ന ഒരു ചുടുകാടായി മാറിയിരിക്കുന്നു. ചിരിയില്ല, കളിയില്ല, നെടുനിശ്വാസങ്ങൾ മാത്രം. ഇടയ്ക്ക് ഓരോ പൊട്ടിത്തെറി. രേവേട്ടത്തിയെ ദുഷ്ടയെന്നോ ചീത്ത സ്ത്രീയെന്നോ പറയാനാവില്ല. ധനപ്രമത്തതയുടെ അഹന്തയും ബാലിശവും അബുക്കുമായ മനസ്സും കൊണ്ടും അവർ എല്ലാവരുടെയും സ്വൈര്യം കെടുത്തുന്നുവെന്ന് മാത്രം. ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ വിനയേട്ടന് സംഭവിച്ച പിഴ. ചിലപ്പോഴൊക്കെ വിനയേട്ടൻ രേവേട്ടത്തിയേക്കാൾ ബാലിശമായും വാശിയും ശാഠ്യവും കാണിക്കുന്നു. കുട്ടേട്ടൻ്റെയും മീനുവേട്ടത്തെയും ക്ഷമ രേവേട്ടത്തിക്കെന്നല്ല, മനുഷ്യരായി ജനിച്ച ആർക്കും സ്വായത്തമാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ തുടർച്ചയായി സ്ഫോടനങ്ങൾ. വീട്ടിലെ ശബ്ദങ്ങൾ അയൽവീട്ടിൽ കേട്ടിരുന്നതല്ല. തങ്ങളെപ്പറ്റി മാത്രം ആർക്കും ദൂഷണം പറയാനില്ലാതെ പോയി. ഇപ്പോൾ അസൂയ നിറഞ്ഞ മനസ്സുകൾക്ക് തൃപ്തിയായിട്ടുണ്ടാവണം. വിനയൻ വീതം വാങ്ങി മാറാൻ പോവാണെന്ന് കേട്ടു. നേരോ? ചിലർ അന്വേഷിച്ചു. അതുകൂടി കണ്ടാലേ തൃപ്തിയാവൂ. നാവടയ്ക്കാൻ തിരിച്ചടിച്ചു. ഇത്തിരി കഴിഞ്ഞ് കുറ്റബോധം തോന്നി. എന്തിനാ അന്യരോടും തറുതല പറയണം? നാളെ അങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ ആളുകൾക്ക് ആക്ഷേപിക്കാൻ ഒരു കാരണമാവും. ചെറിയ ഏട്ടത്തിയമ്മ വന്നേ പിന്നെ വീട്ടിൽ നിന്നും വഴക്കാണെന്ന് കേട്ടു.
ആക്ഷേപം സ്ത്രീകൾക്കാണ്. വീട്ടിലിപ്പോൾ രണ്ടടുപ്പാണെന്ന് പറയുന്നു. ഇതൊന്നും കാണാതെ കുട്ടിയുടെ അമ്മ അങ്ങ് പോയതു അവരുടെ ഭാഗ്യം. അങ്ങനെ പോകുന്നു സംസാരം. പലർക്കും സ്വന്തം കാര്യത്തിലേറെ താല്പര്യം അന്യരുടെ കാര്യങ്ങളിലാണ്. വാക്കുകൾ കേട്ടാൽ തോന്നുക പരോപകാരം ജീവിതവ്രതമായി എടുത്ത മഹത്തുക്കളാണെന്നാണ്. അനിയേട്ടാ, ഒരു മൃദുസ്വരം. അനിയൻ ഞെട്ടി കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ കറുത്ത കരിയൻ നേരിയത് ചുറ്റിയ ഗ്രാമീണ സൗഭകം. ഇലച്ചീന്തിൽ പ്രസാദം. എന്തേ കിടക്കണത്? അതും ത്രിസന്ധിക്ക്. അകത്തു പോയി തൊഴുതൂടെ? ദീപാരാധനയായി. അവൻ എഴുന്നേറ്റിരുന്നു. അകത്ത് കടന്നില്ലെങ്കിലും നേരെ ചെന്ന് തൊഴുതില്ലെങ്കിലും ഭഗവാൻ അറിയാം എൻ്റെ സ്നേഹം. അനിയേട്ടൻ പിന്നെ ഭഗവാന്റെ സ്വന്തം ആളല്ലേ. അമ്പലമുറ്റം തീറെടുത്തിരിക്കുകയാണല്ലോ. അവളുടെ കുസൃതി ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. നീ എന്തേ സന്ധ്യയ്ക്ക് മുമ്പേ തൊഴുതിറങ്ങി? ഇരുട്ടായില്ലേ? എനിക്ക് പേടിയുണ്ട് തനിയെ ഇടവഴിയും പാടവും കടക്കാൻ. തുണയ്ക്ക് വിളിക്കാമായിരുന്നില്ലേ? വരുമായിരുന്നല്ലോ. ആദ്യമായിരുന്നു അവൻ അത്രയും ധൈര്യം കാണിച്ചത്. അവളുടെ മുഖം വാടി, കണ്ണിൽ നനവൂറിയോ? മറുപടി പറയുമ്പോൾ തൊണ്ടയിടറി. വേണ്ട, അല്ലാതെ തന്നെ ഓരോന്ന് കേൾക്കണുണ്ടല്ലോ. എന്ത്? ഒന്നുമില്ല. അവൾ തിരിഞ്ഞു. ഞാൻ പോണു. അവൻ എഴുന്നേറ്റ് ഒപ്പം ചെന്നു. എന്താ കേൾക്കണതെന്ന് പറഞ്ഞില്ല. എന്നെപ്പറ്റി എന്തും കേട്ടോട്ടെ, പക്ഷേ ഞാൻ പിറന്നത് തന്നെ കേളിയോടെ ആയിരുന്നല്ലോ. പക്ഷെ എന്നെ പ്രതി അനിയേട്ടൻ്റെ പേര് ചീത്തയാവാൻ ഞാൻ അനുവദിക്കില്ല. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ആൽച്ചുവട്ടിയിലെത്തിയിരുന്നു അവർ. അത്ര ഇഷ്ടം എന്നെ? അവൻ ചോദിച്ചു. ജീവിതത്തിൽ ആദ്യമായിരുന്നു ആ ചോദ്യവും. എനിക്കറിയില്ല. അവൾ മുഖം താഴ്ത്തി നിന്നു. ആ ചുണ്ടുകൾ വിതുമ്പുന്നോ എന്ന് അനിയൻ സംശയിച്ചു. ഞാൻ നടക്കട്ടെ, അനിയേട്ടൻ പോയിക്കോളൂ. അവന് നിരാശ തോന്നി. ഒരു വാചകം കൂടി അവളോട് പറയേണ്ടിയിരുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് സന്തോഷിപ്പിക്കുവാൻ. അതിന് കഴിഞ്ഞില്ല. സുഹൃത്തുക്കൾ പറയാറുള്ളത് എത്ര സത്യമാണ്. നീ ഒരു മണ്ണുണ്ണിയാണ്. മനസ്സിൽ വെച്ച് മദ്ദളം കൊട്ടാനേ നിനക്ക് കഴിയൂ. ഇടയ്ക്കയുടെ ശബ്ദം കേട്ടു തുടങ്ങി. അവൻ ഒരു നിമിഷം ആലോചിച്ച് നിന്നു. അമ്പലത്തിലേക്ക് തിരിച്ചു പോകണോ അതോ വീട്ടിലേക്ക് തന്നെ നടക്കണമോ? നേരെ നടന്നു. നടവരമ്പിൻ്റെ ഓരത്തുള്ള കുടിലിന് മുന്നിൽ എത്തിയപ്പോൾ നിന്നു. ചാണകം മെഴിയ ഇറയത്ത് മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് കാളിത്തള്ള മുറത്തിൽ പരത്തിയിട്ടിരുന്ന അരിയിലെ കല്ലും നെല്ലും വെറുക്കുകയാണ്. ഗംഗ അമ്പലത്തിൽ നിന്ന് വന്നോ? അനിയൻ വിളിച്ചു ചോദിച്ചു. തള്ള മുഖം ഉയർത്തി നോക്കി. വന്നൂലോ. ആരാ അത്? അനിയൻകുട്ടിയാ? അവർ ചോദിച്ചു. എന്തേ ഈ ത്രിസന്ധ്യയ്ക്ക്? ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ മറുപടി പറഞ്ഞത്. ചുമ്മാ. അവൻ പതുക്കെ നടന്നു. വീട്ടിലെത്തുമ്പോൾ ഉമ്മർത്ത് കത്തിച്ച് വെച്ച നിലവിളക്കിന് മുന്നിൽ മറ്റൊരു വിളക്കായി മീനുവേട്ടത്തി ജപിക്കുകയാണ്. നാമം ജപിക്കുകയാണ്. കുട്ടേട്ടൻ തൊടിയിൽ നിന്നും വന്നിട്ടില്ലെന്ന് തോന്നി. ഒച്ചയുണ്ടാക്കാതെ നേരെ അകത്ത് കിടന്നു. പോണ പോക്കിൽ തെക്കിരിയുടെ തുറന്ന വാതിലിലൂടെ കണ്ടു രേവേട്ടത്തി കിടക്കയിൽ കിടന്ന ഏതോ ഇംഗ്ലീഷ് മാസിക വായിക്കുകയാണ്. അരികിൽ അമ്മിണി. വിനയേട്ടനും വന്നിട്ടുണ്ടാവില്ല. എന്തേ താമസിക്കണതാവോ? ഇന്നലെ പാതിരാത്രിക്കാണ് രേവേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത്. 3 നാൾ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു പോയവർ പോയ ദിവസം തന്നെ പാതിരാത്രിക്ക് മടങ്ങിയെത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു. കുട്ടേട്ടൻ തിരുക്കിയിട്ട് പോലും മറുപടി ഉണ്ടായില്ല. വിനയേട്ടൻ്റെ മുഖം കണ്ണത്ത് കെട്ടിയിരുന്നു. രേവേട്ടത്തിയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ഇപ്പോഴിതാ ഒരേ കൂരയ്ക്ക് താഴെ കുറേ നിഴലുകൾ അന്യോന്യം അപരിചിതരായി ഓരോ അറകളിലായി ചടഞ്ഞു കൂടിയിരിക്കുന്നു. പൊട്ടിച്ചിലുകൾ മുഴുങ്ങിയിരുന്ന വീട്. വളരെ വൈകിയാണ് വിനയൻ വന്നത്. വിനയൻ വരും വരെ കുട്ടേട്ടനും മീനുവേട്ടത്തിയും അനിയനും ഊണ് കഴിക്കാതെ കാത്തിരുന്നു. വിനയൻ വന്നയുടൻ അമ്മിണി രണ്ടാൾക്കുമുള്ള ഭക്ഷണവുമായി തെക്കിനിയിലേക്ക് പോയി. അതിനുശേഷമാണ് കുട്ടേട്ടനും അനിയനും ഉണ്ണാനിരുന്നത്. മീനുവേട്ടത്തി വിളമ്പിക്കൊടുത്തു. ആരും അന്യോന്യം ഉരിയാടിയില്ല. എങ്കിലും മുഖഭാവങ്ങളിൽ നിന്ന് ഉള്ളുകളിലെ വേലിയേറ്റം തിരിച്ചറിഞ്ഞിരുന്നു. മനസ്സുകൾക്കിടയിൽ തളം കെട്ടിയ മൗനം അനിയനെ പേടിപ്പെടുത്തി. രാത്രി ഏറെയായിട്ടുണ്ടാവും. അനിയന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അകലെയല്ലാതെ നിന്ന് ചെറുമരുടെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പറകിണി പറകിണി. ഒപ്പം തപ്പിൻ്റെയും തുടിയുടെയും മേളം. അനിയൻ ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്നു പുറത്തിറങ്ങി. നിലാവ് പരന്നു കഴിഞ്ഞിരുന്നു. അവൻ പതുക്കെ പടിപ്പുര കടന്ന് പാടത്തേക്ക് നടന്നു. നിലാവിൽ തലചായ്ച്ചിറങ്ങുന്ന നെൽച്ചെടികൾ. അടിയാരുകുപ്പയിൽ നട്ടൊരു തൃത്താക്കതിരല്ലേ മേലാളർ തേവിന് മാല. അടിയാരുകുപ്പയിൽ നട്ടൊരു വാഴപ്പഴമല്ലേ മേലാളർ തേവിന് പൂജ. എന്നാലും മേലാനും അടിയാനും പലനീതി. താതിത്തേയ് തൈതിത്തേയ് താതിത്തേയ്. വിപ്ലവത്തിൻ്റെ ഗാഥ ഒഴുകിയെത്തുന്നു. അനിയനെ ആ താളം പിടിച്ചു വലിച്ചു. ചോതിയുടെ മുറ്റത്താവണം പരിപാടി. ഗംഗയും കാളിത്തള്ളയും ചിലപ്പോൾ അവിടെ ഉണ്ടാവും.
അനിയൻ കൈതവേലിക്കരികിലായി ചെന്നു നിന്നു. മുറ്റം നിറയെ ആണാളും പെണ്ണാളും പാട്ടും മേളവും തകർക്കുന്നു. ചോതിയുടെ മകൻ പൊടിയന് അനിയനെ ജീവനാണ്. അനിയൻകുട്ടി, അനിയൻകുട്ടി. അനിയനെ കണ്ടതും പൊടിയൻ വിളിച്ചു പറഞ്ഞു. അവൻ കയ്യാട്ടി വിളിച്ചു. അനിയൻ നിഷേധത്തിൽ മുഖമിളക്കി. പാട്ടും ഘോഷവും തുടർന്നു. തൊട്ടരികിൽ ഒരു നിഴൽ അരിച്ചു വന്നു. നിലാവിൽ വലിയ കണ്ണുകൾ തിളങ്ങി. ഗംഗ. അനിയേട്ടൻ എന്തിനെ മോന്തിക്ക് കൂടി വന്നെന്നെ ചോദിച്ചേ? അവളുടെ കണ്ണുകളിൽ അപ്പോഴും നനവ്. ചുമ്മാ. പിന്നെ തിരക്കി. നീ ഒറ്റയ്ക്കേ ഉള്ളൂ, തള്ള വന്നില്ലേ? ഞാൻ ചിന്നുവിൻ്റെ ഒപ്പമാണ് വന്നത്. തിരിച്ചു പോണതോ? ചിന്നു കൊണ്ടാക്കും. ഞാൻ കൊണ്ടാക്കിയാലോ? അവൾ മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു. ഒത്തിരി നാളായി പറയാൻ ഓങ്ങുന്നു ഗംഗേ, പറ്റണില്ല. എന്തേ? ഒരു കാര്യം, വാ പറയാം. അവൾ അവൻ്റെ പിന്നിൽ നടന്നു, വരമ്പിലെ ചവിട്ടടിപ്പാതയിലൂടെ. എന്നെ വിശ്വാസമാണോ രാത്രിയിൽ എൻ്റെ കൂടെ വരാൻ? നാം തനിയെ. പിന്നിലൊരു തേങ്ങൽ പൊടിഞ്ഞു. അനിയൻ തിരിഞ്ഞു നോക്കി. പേടിക്കേണ്ട ഗംഗേ, നാലാളറിയ ഒരീസം ഞാൻ നിന്നെ വിശ്വസിച്ചോളൂ. അതിനു മുമ്പ് ഈ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊടില്ല. അവൻ നടന്നു. അവൻ്റെ നിഴലായി നിശബ്ദം അവൾ. അവർക്ക് പിന്നിൽ മേളവും പാട്ടും തിമിർത്തു. ചന്ദനക്കുറി ചാർത്തി നടപ്പുണ്ട് മേലാർ, ചേറുമണിഞ്ഞ് നടപ്പുണ്ടടിയാർ. എന്നാലും എല്ലാവരും ചോരയ്ക്ക് ചോപ്പാണ്. എന്തെല്ലാം വിട്ടുവീഴ്ചകൾക്കൊരുങ്ങിയാലും എത്ര ത്യാഗമനോഭാവം കാണിച്ചാലും ദേവയുടെ മുഖത്ത് ശാശ്വതമായൊരു പ്രസാദവും പ്രകാശവും കാണാത്തതിൽ വിനയന് നന്നേ ഖേദം തോന്നി. ഒരുതരം മടുപ്പും നീരസവുമാണ് മുഖത്ത്. അത് കാണുമ്പോൾ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അവൾ പ്രകടിപ്പിക്കുന്നതിൽ ഒരു പടി കൂടിയ വൈരസ്യത്തിൽ എവിടെയെങ്കിലും പോയി ചുരുണ്ടു കൂടാൻ തോന്നും. അടുത്ത നിമിഷം മനസ്സ് വീണ്ടും അവളിലേക്ക് ചായും. പാവം. പരിചയമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയും അസ്വസ്ഥതയും ആവാം കാരണം. സുഖത്തിൻ്റെ മധ്യേ ജീവിച്ചവളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ചെല്ലക്കുട്ടി. വീട്ടിൽ നിന്നും പിരിഞ്ഞ സങ്കടവുമുണ്ട്. അവളുടെ വീട്ടിൽ വെച്ചുണ്ടായ ആ രംഗം ഇപ്പോഴും മറക്കാൻ കഴിയണില്ല. തങ്ങളുടെ വൈകാരിക ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നത്. അന്തസ്സ് കെട്ടൊരു ജീവിതത്തേക്കാൾ വിവാഹമോചനമാ അവൾക്ക് അഭികാമ്യം എന്ന് തെയ്യണ്ണിമേനോൻ കുരച്ചു ചാടിയപ്പോൾ എത്ര വീറ് പ്രകടിപ്പിച്ചുവെങ്കിലും ഉള്ള ആദ്യ പോയിരുന്നു. രേവയും അച്ഛൻ്റെ തീരുമാനത്തോട് ചാഞ്ഞാൽ മുറിവേറ്റ മനസ്സും അഭിമാനവുമായി തലകുനിച്ച് ഇറങ്ങിപ്പോരേണ്ടി വരുമായിരുന്നു. അതോടെ രേവയുമായുള്ള ബന്ധവും അവസാനിക്കുമായിരുന്നു. പക്ഷേ അവിടെ രേവ ധീരത കാട്ടി. അവൾ അച്ഛനെയാണ് നിഷേധിച്ചത്. രേവ എന്തു പറയുന്നു? ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഒപ്പം പോരുന്നോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷമേ അവൾ പതറി നിന്നുള്ളൂ. മോളുടെ സന്തോഷത്തിന് വേണ്ടി നിരവധി പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അച്ഛനെ നടുക്കിക്കൊണ്ട് അവൾ പെട്ടിയും തൂക്കി തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നു. ആ സ്നേഹത്തിന് എന്നും താൻ കടപ്പെട്ടിരിക്കുന്നു. പണക്കാരിയും പരിഷ്കാരിയുമായ രേവയെപ്പോലൊരു പെണ്ണിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത വിവേകം. തിരിച്ചു പോരുമ്പോൾ ബൈക്കിന് പിന്നിലിരുന്ന് തൻ്റെ ചുമലിൽ മുഖം ചേർത്ത് വെച്ച് അവൾ വിങ്ങി കരയുകയായിരുന്നു. പോയ അന്ന് തന്നെ പാതിരാത്രിക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുട്ടേട്ടനും മീനുവേട്ടത്തെയും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. നിശബ്ദ മുഖം കുനിച്ച് നിൽക്കേണ്ടി വന്നു. കിടക്കറയിലെത്തി വാതിലടയ്ക്കുമ്പോൾ രേവ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. വിനു കണ്ടുവല്ലോ, ഞാനിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും ധിക്കരിച്ചിട്ടാണ് ഇറങ്ങി പോന്നിരിക്കുന്നത്. ഇനിയെങ്കിലും എന്നെ. അവൾ വാചകം പൂർത്തിയാക്കിയില്ല. ഇനിയെങ്കിലും എന്നെ വേദനിപ്പിക്കരുതേ എന്നാവും ഉദ്ദേശിച്ചത്. രേവയോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് മനസ്സ് നിറഞ്ഞ രാത്രിയായിരുന്നു അത്. സത്യത്തിൽ അല്പം പൊങ്ങച്ചവും വാശിയും മുൻകോപവും ഉണ്ടെന്നതൊഴിച്ചാൽ രേവ പാവമാണ്. സ്വന്തം മാതാപിതാക്കളെക്കാൾ അധികം അവൾ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് തെളിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭ്രാന്തി തന്നെയാണ്. എന്നാൽ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പങ്കെങ്കിലും തൻ്റെ കുടുംബത്തിലേക്ക് കൂടി വ്യാപരിപ്പിക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അവിടെയാണ് മുഴുവൻ പ്രശ്നവും. എന്നാൽ ഭർത്താവും താനും തങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളും മാത്രമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബ സ്വപ്നം കാണുന്ന രേവയുടെ മനോഭാവം കുറ്റകരമാണെന്ന് വിധിക്കാനാവില്ല. ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ കഴിയാത്ത നിരവധി സ്ത്രീകളെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഭാര്യയുടെ ചതിയിൽ മനം നൊന്ത് മദ്യപാനികളും മനോരോഗികളുമായി തീർന്ന ചില ഭർത്താക്കന്മാരെയും അറിയാം. തരം കിട്ടിയാൽ വഞ്ചിക്കുന്ന ഭയങ്കരികൾക്കിടയിൽ രേവ ഒരു ദേവിയാണ്. ഏത് സമയവും താൻ കൂടെ വേണം അവൾക്കരികിൽ. അവളെ വിട്ട് എങ്ങും പോകാൻ പാടില്ല. അവളെ മാത്രമേ സ്നേഹിക്കാവൂ. സ്വന്തം സഹോദരങ്ങളോട് പോലും അവളോടുള്ളതിലധികം സ്നേഹം പാടില്ല. ആ വിധമാണ് അവളുടെ ചിന്ത പോകുന്നത്. ആദ്യം അവളുടെ രീതികൾ നന്നേ മുഷിപ്പിച്ചിരുന്നു. അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ്റെ മുന്നിൽ സ്വന്തം കുട്ടേട്ടനെ കൊണ്ട് മാപ്പ് പറയിക്കേണ്ടതായി കൂടി വന്നതിനാൽ ആ സങ്കടവും കുറ്റബോധവും അവളോടുള്ള രോഷമായി പരിണമിച്ചിരുന്നു.
എന്നാൽ തനിക്ക് വേണ്ടി അവൾ പരസ്യമായി സ്വന്തം അച്ഛനെ ധിക്കരിച്ചതോടെ ആ കടം വീടി. അവളോടുണ്ടായിരുന്ന സകല നീരസവും പൊലിഞ്ഞു. അവളുടെ ഏതു തെറ്റിനും മാപ്പ് കൊടുക്കാൻ മാത്രം മനസ്സ് സ്നേഹസാന്ദ്രമായി. വൈകിട്ട് വീട്ടിലെത്തിയാൽ കിടപ്പറയിൽ തന്നെ അവൾ ചായ എത്തിക്കും. ഊണുപോലും വേലക്കാരി മുറിയിൽ കൊണ്ടുവന്ന് വിളമ്പും. തനിക്ക് കുട്ടേട്ടനും മീനുവേട്ടത്തിയും അനിയനുമായുള്ള അറ്റാച്ച്മെൻറ്റ് വിടർത്തുകയാണോ അവളുടെ ലക്ഷ്യമെന്ന് പോലും സംശയം തോന്നി. എന്നിട്ടും വെറുപ്പ് പ്രകടിപ്പിച്ചില്ല, കയർത്തില്ല. അവളുടെ സ്നേഹം അത്ര കണ്ട് കടപ്പെടുത്തി കളഞ്ഞു. ചെറിയൊരു കാര്യം മതി അവൾക്ക് മുഖം വീർപ്പിക്കാൻ. അതിനുപോലും ഇടവരാതിരിക്കാൻ വിനയൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്കൊരു കാഞ്ചീപുരം സാരി വാങ്ങി. ഒപ്പം മീനുവേട്ടത്തിക്ക് ഒരു കസവ് നേരിയതും കൂടി വാങ്ങാതിരിക്കാൻ വിനയന് കഴിഞ്ഞില്ല. സാരിയുടെ അതേ വിലയിലുള്ള നേരിയത്. അത്ര മുന്തിയ ഒന്നും മീനുവേട്ടത്തി ഉടുത്തിട്ടുണ്ടാവില്ല. കുട്ടേട്ടനെയും അനുക്കുട്ടനെയും ഒഴിവാക്കി. കുട്ടേട്ടന് ആഡംബരങ്ങളിലോ വസ്ത്രങ്ങളിലോ തീരെ കമ്പമില്ല. വാങ്ങിയാൽ ആദ്യം കിട്ടുക ശകാരമാവും. നിനക്കെന്താ വിനുക്കുട്ട, കീർക്കുണ്ടോ? വെറുതെ കാശ് കളഞ്ഞു. വെറുതെ എന്ന ആ വായ്ത്താരി ദിവസങ്ങളോളം നീണ്ടെന്നും വരും. അനിയൻ്റെ കാര്യം അതല്ല. എന്ത് കിട്ടിയാലും അവന് മതിയാവില്ല. പാവത്തിന് നല്ല ഉടുപ്പുകൾ കുറവാണ്. അവന് വേണ്ടി കൂടി എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ പണം തികയില്ല. രേവ വന്നതോടെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. ശമ്പളത്തിൻ്റെ ഒരു ചില്ലി ബാക്കി വരുന്നില്ല. കുട്ടേട്ടൻ്റെ ശിക്ഷണത്തിൻ്റെ അമിത സ്വാധീനം കൈക്കൂലിയുമായി എത്തുന്ന പണച്ചാക്കുകളുടെ ആകർഷണ വലയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു. കടം മേടിക്കേണ്ടി വരുമോ എന്നാണിപ്പോൾ ഭയം. ആദ്യ ശമ്പളം വാങ്ങിയത് വിവാഹത്തിൻ്റെ തലേനാളായിരുന്നു. അന്നത് അതേപടി കുട്ടേട്ടനെ ഏൽപ്പിച്ചിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതോർത്തു. അതേപടി തിരികെ തരികയും ചെയ്തു. വെച്ചോള്, എങ്ങോട്ട് എന്തെങ്കിലും വേണച്ചാ ചോദിച്ചാൽ മതി. അതാണ് കുട്ടേട്ടൻ. ടെക്സ്റ്റൈൽ പാക്കറ്റുമായി മുറിയിലേക്ക് കടന്നയുടൻ രേവയത് പിടിച്ചു വാങ്ങി. ആ മുഖത്ത് പൂത്ത സന്തോഷം വിനയന് പകരം കിട്ടിയൊരു സമ്മാനമായിരുന്നു. മീനുവേട്ടത്തിക്കുള്ള നേരിയത് പാക്കറ്റിൽ നിന്നെടുത്ത ശേഷം അകത്തേക്ക് കടന്നാൽ മതിയായിരുന്നുവെന്ന തോന്നലുണ്ടായത് അടുത്ത നിമിഷമാണ്. ബർത്ത്ഡേക്കുള്ള പ്രസൻറ്റിനോടൊപ്പം വിലയുള്ളൊരു സമ്മാനം മീനുവേട്ടത്തിക്ക് കൂടി എടുത്തുവെന്നറിഞ്ഞാൽ ചിലപ്പോൾ അത് മതി രേവയ്ക്ക് പരിഭവിക്കാൻ, പിണങ്ങാൻ. അതായിരുന്നു വിനയൻ്റെ ഭാവം. പാക്കറ്റ് വലിച്ചു കീറിയാണ് രേവ തുറന്നത്. അത്ര ആകാംക്ഷ. ഹായ്! ആനന്ദത്തിൻ്റെ ഒരു വസന്തം രേവയുടെ മുഖത്ത്. ഇത്തരമൊരു നേരിയത് ഞാൻ ആഗ്രഹിച്ചതേയുള്ളൂ. നല്ല പിറന്നാൾ സമ്മാനം. ഇതെടുത്ത് എനിക്ക് എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോണട്ടോ വിനു. വിനയനൊന്ന് പരിങ്ങി വിളറി. രേവയുടെ കയ്യിലിരിക്കുന്നത് മീനുവേട്ടത്തിക്ക് വാങ്ങിയ നേരിയതാണ്. ആ നേരിയത് മീനുവേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാണെന്നും രേവയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം ആ കാഞ്ചീപുരമാണെന്ന് വിശദീകരിച്ചാൽ ചിലപ്പോൾ അവളുടെ പ്രതികരണം നിശിതമായിരിക്കും. എങ്കിൽ രണ്ടും കൊണ്ട് മീനുവേട്ടത്തിക്ക് കൊടുത്തോള് എന്ന് പറഞ്ഞ് പാക്കറ്റോടെ വലിച്ചെറിഞ്ഞെന്നും വരും. അതൊരു കലഹത്തിൽ കലാശിച്ചാൽ ഇത് ഒറിജിനൽ കസവാണ് കേട്ടോ, ബെസ്റ്റ് ക്വാളിറ്റി. ഇത്തരമൊന്നായിരുന്നു കഴിഞ്ഞ പിറന്നാളിന് എനിക്ക് അച്ഛൻ വാങ്ങിത്തന്നത്. രേവ നേരിയതിൻ്റെ മടക്ക് നിവർത്തി സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ച് കണ്ണാടിയിൽ ഭംഗി നോക്കി. അപ്പോൾ കാഞ്ചീപുരമോ? വിനയൻ ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി. പട്ടുതരങ്ങൾ എനിക്ക് നിറയെയുണ്ട്. എന്തിനാ ഈ പട്ടല്ല? ഞാനൊരു പട്ടത്തെയാ പട്ടു തന്നെ ഉടുക്കാൻ. ഒരു കാര്യം ചെയ്യാം. അവൾ വിനയനെ നോക്കി പുഞ്ചിരിയോടെ കണ്ണിറുക്കി. എൻ്റെ പിറന്നാളല്ലേ ഇന്ന്. പിറന്നാളിൻ്റെ അന്ന് കോടി കൊടുക്കുന്നത് പുണ്യമാണെന്ന് അമ്മ പറയാറുണ്ട്. അതുകൊണ്ട് ഞാനിത് അമ്മിണിക്ക് കൊടുക്കും. ഒരു നല്ല സാരി കോടിയിൽ അവളും ഉടുക്കട്ടെ. വിനയന് കരയണമെന്ന് തോന്നി. കസവ് നേരിയത് രേവയെടുത്താൽ ഇനി പകരം മറ്റൊന്ന് മീനുവേട്ടത്തിക്കായി വാങ്ങണമെങ്കിൽ പണം കടം വാങ്ങണം. അതിലേറെ സങ്കടം ജോലി കിട്ടിയിട്ട് ഇതുവരെ മീനുവേട്ടത്തിക്ക് ഒരു നേരിയത് വാങ്ങിക്കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. രേവയുടെ വേലക്കാരിക്ക് കാഞ്ചീപുരം സമ്മാനിക്കേണ്ടി വരണ ഗതികേടിലാണ്. അമ്മിണിയെന്ന അഹന്തരൂപമുണ്ട പരിചാരികയാണെങ്കിൽ അവന് വെറുപ്പുമായിരുന്നു. എന്തേ വിനുവിൻ്റെ മുഖത്തൊരു വാട്ടം? രേവ വിനയൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അമ്മിണിക്ക് സാരി കൊടുക്കുന്നത് വിനുവിന് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലച്ചാ വേണ്ടട്ടോ. അമ്മിണി എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവളാണ്. എൻ്റെ എച്ചിലെടുക്കുകയും എൻ്റെ വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നവൾ. എൻ്റെ പിറന്നാളിൻ്റെ അന്ന് അവൾക്കൊരു സമ്മാനം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിലിപ്പോൾ പണമില്ല. എൻ്റെ അച്ഛനെ ഞാൻ പിണക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങി. വിനയൻ വല്ലാത്തൊരു ചുഴിയിലായി. എന്ത് ചെയ്താലും ഒടുവിലത് സങ്കടത്തിലാണ് കലാശിക്കുന്നത്. ഈ വില കൂടിയ കാഞ്ചീപുരം വേലക്കാരിക്ക് എന്തിന്? നമുക്ക് വറ്റൊന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ രേവയ്ക്ക് പിണക്കമേ ഉണ്ടാവും. ഈ കാഞ്ചീപുരം ഞാനെടുത്തുകൊണ്ട് നേരിയത് മീനുവേട്ടത്തിക്ക് കൊടുക്കാം എന്നൊരഭിപ്രായം എങ്ങനെയായാലും സ്വമനസാലെ രേവയിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ മൗനമാണ് ഭൂഷണം.
വിനയൻ കിടക്കയിൽ കണ്ണടച്ച് മലർന്നു കിടന്നു. മനസ്സിൽ 1 മുതൽ എണ്ണാൻ തുടങ്ങി. രേവയുടെ ശബ്ദം കേൾക്കാനില്ല. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴറിഞ്ഞു രേവ മുറിയിലില്ല. എന്നിട്ടും അവൻ കണ്ണു തുറക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്തില്ല. ഒടുവിൽ രേവയുടെയും അമ്മിണിയുടെയും ഒന്നിച്ചുള്ള ചിരി അവനെ ഉണർത്തി. കണ്ണു തുറക്കുമ്പോൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ സാരിയുടെ ഹോൾഡ് പിടിച്ചിടുന്ന അമ്മിണി. അവൾ ഉടുത്തിരിക്കുന്നത് താൻ രേവയ്ക്കായി കൊണ്ടുവന്ന നീല പട്ടുസാരിയാണ്. അവൻ നിശബ്ദ എഴുന്നേറ്റ് പിൻവാതിലൂടെ പുറത്തിറങ്ങി. പാത്രം അനങ്ങുന്ന ശബ്ദം. മീനുവേട്ടത്തി എച്ചിൽ പാത്രങ്ങൾ കഴുകിയാണ്. പാദശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. മിനുക്കുട്ടാ, ദാ പായസവും പാൽപ്പായസവും കൊണ്ടുവച്ചിട്ടുണ്ട്. രേവയുടെ പിറന്നാളിന് അമ്പലത്തിൽ കഴിച്ചതാണ്. ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് മധുരം പിടിക്കില്ല എന്ന് പറഞ്ഞു. നീ മധുരപ്രിയനാണല്ലോ, ലേശം കഴിച്ചോളൂ. ധൃതി പിടിച്ച് ജോലി തീർത്ത് സോപ്പിട്ട് കൈ കഴുകി നേരിയതിൻ്റെ തുമ്പിൽ തുടച്ച് മീനുവേട്ടത്തി ഓടി വന്നു. ചുറ്റിയിരിക്കുന്നത് കീറി തുടങ്ങിയ പഴയൊരു കറുത്ത കരിയൻ നേരിയതാണ്. വിനയന് സങ്കടം വന്നു. കല്യാണം പ്രമാണിച്ച് വാങ്ങിയ ഒരു നല്ല നേരിയതുണ്ട്. അത് അമ്പലത്തിൽ കൊണ്ടുപോകാനായി മാത്രം അലക്കി പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ അടുക്കളയിൽ കിടന്ന് നിരങ്ങണ എനിക്ക് എന്തിനാ അതിനു മാത്രം നേരിയതും പുടവയൊക്കെ? ആവശ്യത്തിന് എനിക്കുണ്ടല്ലോ. മീനുവേട്ടത്തിക്കായി എന്തെങ്കിലും വാങ്ങിക്കുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നൊരു മറുപടിയാണിത്. ഏതായാലും അടുത്ത ശമ്പള ദിവസം മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ മുന്തിയതരം ഒരു പുടവയെ നേരിയതുമായി ഈ പടി കടക്കൂ വിനയൻ തീരുമാനിച്ചു. മീനുവേട്ടത്തി വെള്ളിലോട്ടയിൽ പായസവുമായി എത്തി. വിനയൻ കൈ നീട്ടി. എത്ര ദിവസമായി ഏട്ടത്തിയമ്മയുടെ കൈകൊണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ അമ്മയോ ഏട്ടത്തിയമ്മയോ ഒന്നുമല്ല തരേണ്ടത്, അതറിയില്ലേ കുട്ടി? ഏട്ടത്തിയമ്മ ചിരിച്ചു. എങ്കിലും ആ കണ്ണിലും ഉറവ പൊട്ടുന്നത് അവൻ കണ്ടു. അപ്പോഴാണ് കരയോഗം പ്രസിഡന്റ് ശ്രീധരനുണ്ണി നായരും സെക്രട്ടറി കുഞ്ഞുണ്ണി മേനോൻ മാഷും മുറ്റത്തെത്തിയത്. കുട്ടനായരില്ലേ ഇവിടെ? പാടത്താണ്. മീനുവേട്ടത്തി വിളിച്ചു പറഞ്ഞു. അയാൾക്ക് അല്ലേച്ചാലും ചേറിന്ന് കയറാൻ നേരമില്ലാലോ. കുഞ്ഞുണ്ണി മേനോൻ മാഷ് ചിരിച്ചു. വിനയനുണ്ട്. വിനയനെ കണ്ടാലും മതി, അയാളല്ലേ ഇനി അടുത്ത കാരണവര്. ശ്രീധരനുണ്ണി നായർ ഇറയത്ത് കയറി. അപ്പോഴേക്കും വിനയനും ഉമ്മറത്തെത്തി. ഏട്ടനെ വിളിപ്പിക്കാം. വിനയൻ രണ്ടാൾക്കും കസേര നീക്കിയിട്ടു. ഏയ് വേണ്ട, ശ്രീധരനുണ്ണി നായർ വിലക്കി. കസേരയിൽ ചാഞ്ഞിരുന്നു. ഏട്ടനെ ഞാൻ ഇന്നലെ ഒന്ന് കണ്ടതാ, ഇന്നിപ്പോൾ അനിയനെ കണ്ടാലും മതി. എന്തേ? വിനയന് ആകാംക്ഷയായി. പേടിക്കണ്ട, സംഭാവനയോ പിരിവോ ഒന്നുമല്ല. കുഞ്ഞുണ്ണി മാഷ് ചിരിച്ചു. അതിനൊക്കെ രണ്ടാളായി വരില്ലെന്നറിഞ്ഞൂടെ? തുടർന്നതും ഉണ്ണിനായരാണ്. നിങ്ങളുടെ ഏറ്റവും ഇളയ അനിയനുണ്ടല്ലോ, ചെറിയവൻ, എന്താ അവൻ്റെ പേര്? അനു. അനിയൻ? ആ കുട്ടിയുടെ കാര്യമൊന്ന് പറയാൻ വന്നതാ. വിനയൻ മനസ്സിലാക്കാത്തതുപോലെ രണ്ടാളെയും മാറി മാറി നോക്കി. പയ്യൻ്റെ ലൈൻ അത്ര ശരിയല്ല. നിങ്ങൾ ഏട്ടൻ്റെ അനിയൻ്റെ മാതിരി അല്ല, സ്വല്പം പിശക. കുട്ടനായരോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. അയാളാണ് ചെക്കന് വണം വെക്കണതേ. മനസ്സിലായില്ല? വിനയൻ തിരക്കി. നമ്മളൊക്കെ നായന്മാരാണല്ലോ. നിങ്ങളാണെങ്കിൽ നല്ല ഒന്നാന്തരം കിരിയാത്ത നായന്മാരുമാ. ഒരു നായരു പയ്യൻ കേടുവരണത് കണ്ട് കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾക്കാവണില്ല. അത് മൊത്തം നായന്മാർക്കും ദോഷമുണ്ടാക്കുവാണല്ലോ നീ. അതൊന്ന് പറഞ്ഞു നിർത്തിയാൽ വേണ്ടില്ല. വിനയൻ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു. തുടികൊട്ടുന്ന നെഞ്ചോടെ മീനുവേട്ടത്തി വാതിൽ മറയിലെത്തി. തെക്കിനിയുടെ ജനലിനപ്പുറത്ത് അനിയൻ്റെ മുഖവും പ്രത്യക്ഷമായി. നായന്മാർക്ക് മൊത്തം ദോഷമുണ്ടാവാനായി അവൻ എന്തേ ഇപ്പോൾ ചെയ്തത്? ഉത്കണ്ഠ കത്തുന്ന കണ്ണുകളോടെ വിനയൻ മാഷയെയും ഉണ്ണിനായരെയും നോക്കി. അപ്പോൾ വിനയനൊന്നും അറിഞ്ഞില്ല എന്നുണ്ടോ? മാഷിൻ്റെ ചോദ്യത്തിൽ പരിഹാസം. നമ്മുടെ നടവരമ്പിലെ ചേക്കേറിട്ടുണ്ടല്ലോ ഒരു വക, ആ കാളിത്തള്ളെ അവരുടെ പൊലപ്പെണ്ണും. അതിനെന്തേ എന്ന ചോദ്യം വിനയൻ്റെ മുഖത്ത്. ആ പെണ്ണുമായി അനിയൻ മരണലോഹ്യത്തിലാ. ഓളെ അയാൾ കല്യാണം കഴിക്കാൻ പോവാണത്രേ. വിനയൻ്റെ ചുണ്ടിൽ ചിരിയൂറി. അത്രയുള്ളോ? സാരമില്ല. ആ കല്യാണം നടക്കുക വല്ല വെള്ളരി നാടകത്തിൻ്റെയും കളിത്തട്ടിലാവും. അവൻ്റെ നാടകത്തിൽ അവളുമുണ്ട്. അതിൻ്റെ ലോഹിയേ ഉള്ളൂ അവർ തമ്മിൽ. അസലായി ശ്രീധരനുണ്ണി നായർ കൈക്കലാശം കാട്ടി. അതൊന്നുമല്ല, അവനവനെ പറ്റിയുള്ള വർത്തമാനങ്ങൾ ഏറ്റവും ഒടുവിൽ അറിയണത് അവനവൻ്റെ ചെവിയിലാണെന്ന് കേട്ടിട്ടില്ലേ? വിനയനെ അറിയാതുള്ളൂ. നാട്ടിലൊക്കെ പാട്ടായി. അയാളുടെ കൂട്ടാളികൾ തന്നെയാണ് പറഞ്ഞു നടക്കണത്. ഉണ്ടല്ലോ അമ്പലമുറ്റത്തൊരു സംഘം. എന്ത് പറഞ്ഞു നടക്കണമെന്ന് വിനയന് ചുണ്ടി വന്നു. അയാൾ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പോവുകയാണെന്ന്. അല്ലാതെന്ത്? എങ്കിൽ നിങ്ങൾ ധൈര്യമായി മടങ്ങിപ്പോയിക്കോളൂ. അങ്ങനെയൊന്നും ഈ വീട്ടിൽ നടക്കാൻ പോണില്ല, ഞാൻ വാക്ക് തരാം. അങ്ങനെയെങ്കിൽ നന്ന്. അപ്പോഴാണ് ആദ്യമായി ശ്രീധരനുണ്ണി നായരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നത്. അരപ്ലേസിൽ മീനും വേട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ച ചായ തണുത്തിരുന്നു. എങ്കിലും അയാൾ ഗ്ലാസ് എടുത്ത് സംതൃപ്തിയിൽ ചുണ്ടോട് ചേർത്തു. വിനയൻ്റെ അടുത്ത് വിവരം പറഞ്ഞാൽ തീരുമാനമുണ്ടാവുമെന്ന് എപ്പോഴേ ഞാൻ പറഞ്ഞതാ.
കുഞ്ഞുണ്ണി മാഷ് ഏറ്റു ചൊല്ലി. അദ്ദേഹവും തണുത്ത ചായ എടുത്തു. എന്താന്ന് വെച്ചാൽ വിനീനിൽ നിന്ന് ഇന്ന് വരെ ഒരവിവേകമുണ്ടായിട്ടില്ല. നാട്ടിനും വീട്ടിനും അഭിമാനിക്കാൻ പോന്നവനായി വളർന്നു, പഠിച്ചു, നല്ലൊരു നിലയ്ക്കെത്തി. ഒന്നാന്തരം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹവും ചെയ്തു. അങ്ങനെ ആൺകുട്ടികൾ. നന്ദനത്ത് തെയ്യുണ്ണിമേനോൻ എന്ന് പറഞ്ഞാൽ ആരാ? മാഷ്ടെ വാക്കുകളിൽ അഭിമാനവും അഭിനന്ദനവും തുളുമ്പി. നോവൽ നാളെ വീണ്ടും തുടരും.